ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ജംജയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം. ബ്രഹ്മയുഗത്തിന്റെ പ്രസ് മീറ്റ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി സിനിമയ്ക്ക് മുമ്പ് എന്തായാലും കൊടുക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അങ്ങനെ പ്രസ് മീറ്റ് വന്നു, അതിന്റെ വീഡിയോസും വന്നു. അപ്പൊ കുറെ ആളുകൾ ഇത് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. പിന്നെ കുറെ ആളുകൾ അത് ചിലപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് എടുത്ത് കണ്ടത് ഇപ്പൊ കുറച്ചു മുമ്പാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് തോന്നി. കാരണം ചില അഭ്യൂഹങ്ങൾ ഏറിലുണ്ടെന്ന് മാത്രമല്ല, പിന്നെ രസകരമായിട്ടുള്ള ചില മമ്മൂക്കേന്റെ മറുപടികളും ഉണ്ട്. അതുകൊണ്ട് ഒരു 4 വീഡിയോസ്, അതിന്റെ കട്ടുള്ള 4 വീഡിയോ, അതായത് മൊത്തത്തിൽ ഒരു 3-3.5 മിനിറ്റ് വരുന്ന ഒരു 4 വീഡിയോ നമുക്കൊന്ന് പോർഷൻസ് കാണാനുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് കാണാം. കാരണം ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം, കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഈ ട്രെയിലർ വന്നപ്പോൾ തന്നെ കുറെ കമന്റ്സ് കണ്ടു. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണോ എന്നുള്ള രീതിയിൽ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ ഇവിടെ ഒരു ആങ്കർ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അത് കണ്ടിട്ട് വരാം. അപ്പൊ അതിനൊരു ക്ലാരിറ്റി ആവും. റെഡി? മമ്മൂക്ക പടം കണ്ടിട്ടില്ല. പടം എന്നാണ് ചോദിച്ചത്. അപ്പൊ അത് ക്ലാരിറ്റി ചെയ്ത് ഇന്നലെ ആവർത്തിക്കരുത്. പറഞ്ഞതല്ല കേട്ടോ, അതെന്താ നമ്മളെ ക്ലിയർ അല്ല, പല ചോദ്യങ്ങളും ക്ലിയർ അല്ല. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമയാണോ ചോദിച്ചു. ക്ലിയർ ആയിട്ട് പറഞ്ഞല്ല, ഗെറ്റ് ഔട്ട് അല്ല എന്ന് വ്യക്തമായിട്ട് ഡയറക്ടറിനെ പറഞ്ഞിട്ടുണ്ട്. സോ ആ കൺഫ്യൂഷൻ മാറി കിട്ടിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഗെറ്റ് ഔട്ടിനെ എടുത്ത് കണ്ടോന്നുമില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അഭിപ്രായം പറയാം. അപ്പൊ ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയേക്കാം. പക്ഷെ സിനിമ അതല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കഥയാണെന്നും കൂടെ ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വീഡിയോയിൽ എടുത്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഉള്ളത് ലൂപ്പ്, ടൈം ലൂപ്പ്. അത് ഞാനും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു ടൈം സ്ലിപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ടൈം ട്രാവൽ ആയിരുന്നു. അത് ഞാൻ മാറി പറഞ്ഞാണ്. ടൈം ലൂപ്പ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് ചുരുളിയൊക്കെ പോലെ വീണ്ടും വീണ്ടും അതിനെ സംഭവിക്കുക. ട്രെയിലർ കാണുമ്പോൾ തീർച്ചയായിട്ടും തോന്നും. അപ്പോൾ കുറെ ആളുകൾ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതാണെന്ന് തോന്നുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുറെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഉറപ്പിച്ചത് ടൈം ലൂപ്പ് തന്നെ എന്ന് പറഞ്ഞിട്ട്. സോ ആ ചോദ്യം വന്നിട്ടുണ്ട്. അതിനും ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കണ്ടോക്കാം. ഈ ചിത്രം ഒരു ടൈം ലൂപ്പാണ്. ടൈം ലൂപ്പാണ്. ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ അത് ടൈം ലൂപ്പ് ഒന്നുമല്ല. പക്ഷെ അത് കുറച്ച് എക്സ്പെരിമെന്റൽ പരിപാടിയുണ്ട്. നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോ ടൈം ലൂപ്പ് ആണോ ചോദിച്ചു. ടൈം ലൂപ്പ് അല്ല. അപ്പൊ അവിടെയും ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ട്രെയിലർ കണ്ടപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ടൈം ലൂപ്പ് അല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കാണുമ്പോഴേ ഇത് പകിട, ഇത് എന്താ പറയുക, കരുക്കള്, ഈ ഇത്തരത്തിൽ കുറെ സംഭവം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരിക. നാട്ടിലെ പെട്ടെന്ന് ഞെട്ടിണിക്കുമ്പോൾ വീണ്ടും അവിടെ തന്നെ ഇരിക്കുക, വീണ്ടും വീഡിയോ അലാപനം കേൾക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ട്രെയിലറിൽ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കും തോന്നും. എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതിനും ഒരു ക്ലാരിറ്റി ഉണ്ട്. ടൈം ലൂപ്പ് അല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ടൈം ലൂപ്പ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിനും ഒരു ക്ലാരിറ്റി സംഭവിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് മലൈക്കോട്ടെ വാലിബനെ കുറിച്ചുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. മലൈക്കോട്ടെ വാലിബൻ സിനിമ തിയേറ്ററിൽ വിചാരിച്ച പോലെ അത് ഫ്ലോപ്പായി ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോ മാത്രമല്ല അവർ വിചാരിച്ച സാധനം വന്നിട്ടുമുണ്ട്. പക്ഷെ പ്രേക്ഷകർ വിചാരിച്ച സംഭവം കിട്ടാത്തത് കൊണ്ട് കുറെ ആളുകൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ വിചാരിച്ചൊരു അഭിപ്രായങ്ങൾ കേൾക്കാതെ പോയൊരു സിനിമയാണ്. സോ ആ സിനിമ അങ്ങനെ സംഭവിച്ചതിന് ശേഷം പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഷിബു ബേബി ജോൺ, അതിനല്ലേ, പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്കയുടെ സിനിമകൾ ആളുകൾ സ്വീകരിക്കുന്ന പോലെ ലാലേട്ടന്റെ സിനിമകൾ ആരാധകർ സ്വീകരിക്കുന്നില്ല. മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കപ്പെടുന്നു, പക്ഷെ ലാലേട്ടത് അങ്ങനെ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് താഴെ കുറെ കമന്റ് വന്നിരുന്നു. മാത്രമല്ല പേഴ്സണലി എന്റെ അഭിപ്രായം അതൊന്നും അല്ല ഇതിന് കാരണം. ശരിയാണ്, ലാലേട്ടന്റെ ആരാധകരിൽ നിന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ മാസ് മാത്രം പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള സംഭവം ശരിയാണ്. പുള്ളിക്കാരന്റെ സ്റ്റാർഡം എടുത്തു കാണിക്കുന്ന രീതിയിലുള്ള സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ടുള്ളത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ നല്ല സിനിമയാണെങ്കിൽ ആളുകൾ സ്വീകരിക്കും, നല്ല സിനിമയല്ലെങ്കിൽ സ്വീകരിക്കില്ല. അത്രേ ഉള്ളൂ. അത് ഏത് മമ്മൂക്കയിലും ലാലേട്ടനായാലും എത്ര വലിയ നടനായാലും ഇതേ സംഭവിക്കുള്ളൂ. മലയാളത്തിൽ എസ്പെഷ്യലി ഇവിടെ അങ്ങനെ സംഭവിക്കുള്ളൂ. അത് പ്രേക്ഷകരുടെ നിലവാരം അത്രമാത്രം കൂടിയതുകൊണ്ടാണ്. പിന്നെ ആ ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട് മമ്മൂക്കയോട്. മമ്മൂക്ക പറഞ്ഞ മറുപടി എന്താണെന്ന് നോക്കാം. റെഡി? ഇപ്പൊ മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററിൽ ഇറങ്ങിയതിന്റെ പ്രൊഡ്യൂസർ മമ്മൂക്കയുടെ ചിത്രങ്ങള് പ്രേക്ഷകര് ഇരുകൈ നീട്ടി മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം പക്ഷെ പ്രേക്ഷകർക്ക് അറിയാം
ആ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് അറിയാം എന്താണ് ഞങ്ങൾ കണ്ട കാലം മുതലേ യഥാർത്ഥത്തിൽ ഈ ആക്ടർ അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന അർത്ഥത്തിൽ നമുക്കറിയാം, എന്തും ചെയ്യും എന്ന അർത്ഥത്തിലും നമുക്കറിയാം. അപ്പൊ മമ്മൂക്ക എങ്ങനെയായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് കണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊന്നും പറയാനില്ല. നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ള തീരുമാനം എനിക്ക് സൂചിച്ചു. അല്ലെ, എന്നെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യണം എന്ന എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. അതിന് എന്ത് സിനിമയിൽ ഇത് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല സിനിമയിൽ ഞാൻ പ്രതീക്ഷിച്ച സിനിമ മാത്രം. എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി കിട്ടുന്നതൊക്കെ ബോണസാണ്. അപ്പോൾ ബോണസിനെ കുറിച്ച് ആലോചിക്കാതെ തന്നെയാണ് സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആവാനാണ് എൻ്റെ ശ്രമം. പക്ഷെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള കോട്ടയുണ്ടാവും, വഴിയിലിട്ടിട്ട് പോയി. ഇയാളുടെ പ്രസ് മീറ്റ് കാണുമ്പോഴുള്ള ഏറ്റവും വലിയ രസവും തന്നെയാണ്, ബാക്കിയുള്ള ആളുടെ പോലെയല്ല. കാരണം നമുക്കിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഇടുന്ന അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ എല്ലാം പറയുന്ന കാര്യങ്ങളും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അതിൽ കുറെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ പുള്ളിക്കാരൻ അത് വളരെ ലാഘവത്തോടെ എടുത്ത് തമാശയെ കലർത്തി അങ്ങനെയാണ് പറയാ. എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള മറുപടികളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ച് ശരിയാണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അത് പറയുന്നത് തമാശയൊക്കെ കൂടി ചേർന്നുണ്ടാവും. ഇപ്പോഴും ഇവിടെ സംഭവം പറഞ്ഞു, നൈസായിട്ട് ആ ഒരു ചോദ്യത്തിന് അത് വഴുതുമാറിയും ചെയ്തു, പുള്ളിക്കാരന്റെ ഉത്തരം പറയുകയും ചെയ്തു. പിന്നെ ലാസ്റ്റ് ഈ പറഞ്ഞ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞില്ലേ, ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. അത് പുള്ളിക്കാരൻ ചെയ്യുന്ന ഒരു നല്ല പരിപാടിയാണ്. കാരണം ഓരോ പ്രസ് മീറ്റിലും അത് കാണാൻ തന്നെ ഒരു രസമാണ്. പ്രസ് മീറ്റ് കാണാൻ തന്നെ ഒരു രസമാണല്ലോ. അതിലും മറുപടിയിൽ നമുക്ക് എന്ത് പറയുന്നു, നമുക്ക് എന്ത് റിയാക്ഷൻ കൊടുക്കുന്നു, ഭയങ്കര രസമാണ്. അവർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ കണ്ടില്ലേ, ആദ്യം ചിരിച്ചു, അത് കഴിഞ്ഞിട്ട് എന്തും ചെയ്യും എന്ന് പറഞ്ഞത് എനിക്ക് സുഖിച്ചു എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത്. ഈ അടുത്ത് കുറെ കാണിക്കേണ്ടത് റോഷാക്ക്, പുഴു, കാതൽ, ഇപ്പൊ ബ്രഹ്മയുഗം, ഈ പടം എന്താകും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ അത് കഥാപാത്രം തെരഞ്ഞെടുക്കുക എന്നുള്ളത് വലിയ സംഭവമാണല്ലോ. സോ ഇനി ഒരു ചെറിയൊരു സംഭവം കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, റെഡി? ഇതുമായിട്ട് ഏറെക്കുറെ സാമ്യമുള്ള ഒരു ഇരിപ്പായിരുന്നു വിഷ്ണുപർവത്തിന് ഫസ്റ്റ് റിപ്പോർട്ട്. അപ്പോൾ ഒരേ വിധത്തിലുള്ള ഒരു ശരീരഭാഷയാണ് ഒരാളോട് പിന്നെയും ഒരു ഫസ്റ്റ് പോസ്റ്ററായിട്ട് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഭീഷ്മയ്ക്കുള്ള ഒരു മാസും ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു ചിരിയും ഉണ്ട്. ഇതൊക്കെ ഫീൽഡിൽ തന്നെ നമുക്കിവിടെ പറഞ്ഞിട്ട് അത് വരുന്നതാണ്. നമ്മളത് ഫസ്റ്റ് ഡേ ഷൂട്ടിന്റെ ആ ദിവസം എടുത്തതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഒക്കെ സ്റ്റില്. സോ അത് അരുണാണ് അത് കോർഡിനേറ്റ് ചെയ്തത്. ബട്ട് വി ഓൾ ഹാഡ് ദിസ് ഐഡിയ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്നു, കുറെ സ്റ്റിൽസ്, കുറെ പോസ്റ്റേഴ്സ് തന്നു, അതെടുത്തു. അതിൽ ദ ബെസ്റ്റ് വൺ വി ചോസ്, അതാണ് പോസ്റ്ററായിട്ട് കാണുന്നത്. അങ്ങനെയല്ലേ ഭീഷ്മയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ട്? അങ്ങനെ ഇരിക്കുന്നു, അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ല, ഭീഷ്മയിൽ ഇങ്ങനെയാണ് സെയിം ബോഡി ലാംഗ്വേജ് ആണ്. എന്നെ ചതിക്കരുത്, ഞാൻ ഒരുപാട് അങ്ങനെ പുള്ളിക്കാരൻ ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, എന്നാലും പറഞ്ഞുള്ളൂ. ആ കറക്റ്റായി ഇരുത്തം, ഭീഷ്മയിൽ ഇരിക്കുന്ന ആ ഒരു ഇരുത്തം ഉണ്ടല്ലോ, നമ്മൾ ചെയ്താൽ ശരിയാവില്ല. ആ കറക്റ്റ് ഇരുത്തൊക്കെ പുള്ളിക്കാരൻ ഇപ്പോഴും കറക്റ്റ് സ്പോട്ടിൽ ഓർമ്മയുണ്ട്. അത് കറക്റ്റ് കാണിച്ച്, അത് രണ്ടും തമ്മിൽ രണ്ടും ബോഡി ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് അത് പറയരുത് എന്നാണ് പറഞ്ഞത്. പിന്നെ ലാസ്റ്റ് തന്നെ ചതിക്കരുത് എന്നൊരു ഡയലോഗും. സോ ഈ പറഞ്ഞ പോലെ ഈ പ്രസ് മീറ്റും സംഭവങ്ങളൊക്കെ രസമാണ്. ഈ പറഞ്ഞ ഒരുപാട് നല്ല നല്ല ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും കറക്റ്റ് കൃത്യം മറുപടിയും കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യത്തിനും. ഒരു തുടക്കത്തില് ഒരു ആള് ചോദിച്ചിരിക്കും, പുള്ളിക്കാരന്റെ പേര് കേട്ട ഓർമ്മയിട്ടില്ല, ഹൈദർ അലി, പുള്ളിക്കാരൻ ചോദിച്ച ചോദ്യമാണ് തോന്നുന്നു. അപ്പൊ അത് ഒന്നും പ്രതീക്ഷിച്ച് വരരുതെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും പ്രതീക്ഷിച്ച് വരരുതെന്നല്ല, നിങ്ങൾ ശൂന്യമായ മനസ്സോട് കൂടി വരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല, അതൊരു മിസ്റ്ററി അത്തരത്തിലൊരു സംഭവമാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ല. അതും വ്യക്തമായിട്ടൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. സോ ആകത്തുക ഇവർ ഈ പ്രസ് മീറ്റ് സത്യം പറഞ്ഞ അരമണിക്കൂർ മുകളിൽ ഒരു പക്ഷേ ഇവരിത് എടുത്തിരിക്കുന്നത് ആക്ച്വലി ഈ സിനിമയുടെ ഹൈപ്പ് കുറക്കുക വരെ രീതിയിലാണ്. പൊതുവെ ഒരു സിനിമ എന്നതിലെ ഹൈപ്പ് കൂട്ടാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ചില സിനിമകൾക്ക് ഹൈപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ലൂസിഫർ പോലത്തെ ഒരു സിനിമ, അങ്ങനെയൊക്കെ ചില സിനിമകൾക്ക് ഹൈപ്പ് ഉണ്ടെങ്കിലും അത് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ഹൈപ്പ് കൊടുക്കുന്നത് എപ്പോഴും അപകടം തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ഹൈപ്പോടെ വന്ന സിനിമകളും വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള പരീക്ഷണ ചിത്രങ്ങൾ, അതുപോലെ ഹൊറർ സിനിമകൾ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ വലിയ ഹൈപ്പ് കൊടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഇപ്പോൾ മലൈക്കോട്ട വാലിബന് പറ്റിയതും ഒരു തരത്തിൽ അത് തന്നെ ആയിരിക്കാം. അവർ തന്ന പ്രൊഡക്റ്റ് അങ്ങനെയായിരുന്നു. അവര് വളരെ ഇപ്പോൾ പ്രതിഭയും പ്രതിഭാസം എന്നുള്ള സാധനം കുറച്ച് കഴിഞ്ഞാൽ നമ്മളും അതിനനുസരിച്ച് പ്രതീക്ഷിക്കുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ, ഈ ബ്രഹ്മയുഗം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പ്രതീക്ഷിക്കുക എന്താണ്,
ഇതിലെന്തോ ഉണ്ട്, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അത്ര പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇത് ഹൊററാണ്, ഇത് ഇങ്ങനെ പേടിപ്പിക്കും, ഇങ്ങനത്തെ സാധനം വരും, ഇതൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം അവർ അത്രേ തന്നിട്ടുള്ളൂ. അവർ തന്നതിന് അപ്പുറത്തേക്ക് പ്രതീക്ഷിച്ച് നമ്മൾ പോയാൽ നമ്മളെ മിസ്റ്റേക്ക്. അപ്പോ ഇപ്പൊ ട്രെയിലർ വന്നപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ട്രെയിലർ ഭയങ്കരമായിട്ട് ആളുകൾ വലിയൊരു എന്താ പറയാ, അവരുടെ ഉള്ളിലുള്ള ഒരു ഇന്റൻഷൻ ഒരു ഹൊററാണെന്നുള്ള തരത്തിലൊക്കെ അവർ ഭയങ്കരമായിട്ട് അത് വിചാരിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ പ്രത്യേകം ആ ഓഡിയോ ലോഞ്ചിൽ തന്നെ മമ്മൂക്കയും രാഹുലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ട്രെയിലർ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കരുത്, അതുപോലെ ഭൂതകാലം പോലെ ഒരു സിനിമയാണെന്ന് വിചാരിക്കരുത്. അങ്ങനെ ഇവിടെയും ഈ ഒരു പ്രസ് മീറ്റിലും ഇവർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ വളരെ ഫ്രീ മൈൻഡ് ആയിട്ട് വരിക, എന്താണോ ഞങ്ങൾ തരുന്നത് അത് കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് അതിനനുസരിച്ചുള്ള മറുപടികൾ പറയാം, അങ്ങനെ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പ്രമേഹം ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഒരു സംഭവം, മമ്മൂക്കിന്റെ പുതിയൊരു ഗെറ്റപ്പ്, ഒരു ഹൊറർ സംഭവം, അതിന്റെ BGM, ഇങ്ങനെ പല സംഭവങ്ങൾ ഇതിൽ ഉണ്ടാവും നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് ഇവർ എന്ത് കഥയാണ് പറയുന്നത്, ഇപ്പൊ ലൂപ്പല്ല എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ട്രെയിലർ കണ്ടാൽ ലൂപ്പാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ അതുമല്ല, പിന്നെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഒരു ബന്ധമില്ല, അതുകൊണ്ട് ഇപ്പൊ ഗെറ്റ് ഔട്ടും തപ്പിപ്പിടിച്ച് പോകേണ്ട ആവശ്യമില്ല. പുതിയൊരു സാധനം കംപ്ലീറ്റ്ലി ഫിക്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ജീവിച്ചിരിക്കുന്നോ മരിച്ചിരുന്നോ ആയിട്ടുള്ള ഒരാളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. പിന്നെ നമുക്കോട് ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ആളെ നോക്കിയിട്ട് ഇതുപോലെ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ, ഇതിലും കഥാപാത്രം, അത് ചോദിച്ചപ്പോൾ തന്നെ അതിന്റെ ഇടയിൽ കയറി നമുക്ക് പറഞ്ഞു അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല. കാരണം അതിനു മുമ്പ് നടക്കുന്ന 18ാം നൂറ്റാണ്ട് ആ സമയത്ത് നടക്കുന്ന സംഭവം, ആ സമയത്ത് സിനിമ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നടന്ന സംഭവം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. അപ്പൊ അങ്ങനെയൊക്കെ കംപ്ലീറ്റ് ഒരു ഫിക്ഷൻ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ശൂന്യാകാശത്ത് നിന്ന് ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലൊരു സാധനമാണ്, സീറോയിൽ നിന്ന് പടുത്തുയർത്തിയിട്ടുള്ള കഥാപാത്രവും കഥയാണ്. നമ്മളും ആ രീതിയിൽ പോവുക. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ ലൂപ്പാണോ ഗെറ്റ് ഔട്ട് ആയിട്ടുള്ള ഗെറ്റ് ഔട്ട് സിനിമയായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലുള്ള റൂമറുകൾ ഉള്ളതുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇവർ തന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ റിയാക്ട് ചെയ്തത്. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ